ഹായ് ഗായ്സ്, ബിഗ് ബോസ് ഡേ 17 ആയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മല്ലു സിംഗിലെ പാട്ടൊക്കെ കേട്ടിട്ടാണ് കുട്ടികൾ ഉഷാറായിട്ട് ഡാൻസൊക്കെ കളിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ, നമ്മുടെ ബിഗ് ബോസിലെ കൂടുതൽ പ്രൊഡിക്ഷൻസ് നടത്തുന്ന ആളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. താങ്കൾ ആക്ച്വലി പറയുന്ന പോലെയൊക്കെ ഏറെക്കുറെ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഐ തോട്ട് എന്താണ് നമുക്കൊരു വീഡിയോ ആയിട്ടൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ. ഡേ 17 ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അപ്പാനി ബിൻസി ആ ഒരു സംഭവം പോപ്പപ്പ് ചെയ്ത് വന്നിട്ടില്ല അല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അതന്നെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും ഇനി അതുതന്നെയാണോ വരാൻ പോകുന്നതെന്ന്. പക്ഷെ അല്ല, ഇന്നിപ്പം എന്താണെങ്കിലും ഗതി വേറെ വഴിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഷാനവാസ് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെ നിന്നിരുന്നു. അതിന്റെ വിഷമത്തിലാണോ? അതെ, മൂപ്പർക്ക് അവിടെ ഒരു സ്പേസ് എവിടെയും കിട്ടിയില്ല. കാരണം ഞാൻ ഒരു വോട്ടിങ്ങിലൊക്കെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ പറയുന്നു, പക്ഷെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നൊരു ആളായി മാറുന്നുണ്ടോ ഡൗട്ട്. പക്ഷെ ആള് കൊമ്പനാണ്, പിടിച്ചാൽ കിട്ടാത്ത ഒരു വ്യക്തിയാണ്, ശരിയാണ്. പക്ഷെ ഇന്ന് ആരും ചെയ്ത് വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. യെസ്, അതായത് ഇന്നിപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസ് ആൻഡ് അനീഷ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് അവർ രണ്ടുപേരും ഒരേ ടീമിലാണുള്ളത്. പക്ഷേ അത് ചെറിയൊരു ഫൈറ്റ്, അത് മാത്രം ഒരു ഓർഗാനിക് ഫൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മളിങ്ങനെ ഞാൻ ആക്റ്റീവാണ്, എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ അതെ ഉണ്ടാക്കിയ ഒരു അടി പോലെ ഫീൽ ചെയ്തു. അതിന് ശേഷമാണ് ഇവർക്കുള്ള പണിപ്പോര. അനുമോളുടെ ഒരു ഫുഡിന്റെ കേസ്. നമ്മൾ എന്തൊക്കെയായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അന്നത്തിനെ മാനിക്കണം. അനുമോള് ഭയങ്കര ഒരു മോശം പ്രവണതയാണ്. അനുമോക്ക് ഹൈറ്റ് ഇല്ല. അപ്പൊ ഞാൻ അതില് കാലിന്റെ ഇടയിൽ എന്തെങ്കിലും പലകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലേറ്റ് വെച്ച് കയറി നിൽക്കണം. പക്ഷെ അത് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കയറി നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബാക്കിയുള്ളവർ പറയണതല്ല. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം, ആ ഒരു ഇതിനെ നമ്മൾ മാനിക്കണ്ടേ? അതൊരു പോയിന്റാണ്. പക്ഷെ എനിക്കെന്തോ ഇതൊരു കുട്ടിക്ക് ഹൈറ്റ് ഇല്ല, അപ്പം അതുകൊണ്ട് അത് എത്തിപ്പിടിച്ചത് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അടിയിൽ വെച്ചിട്ട് നിൽക്കാലോ. പക്ഷെ അത്ര ഒരു വലിയ ഹൈജീൻ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് പുള്ളിക്കാരി പറ്റുന്ന പോലെ എത്തിപ്പിടിച്ച് അതങ്ങ് ചെയ്തു. അതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. എത്തിപ്പിടിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും അവൾ അവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ല. അവൾ അതിനെ മാനിച്ച് അവൾ ചെയ്തതാണെങ്കിൽ അവൾ വഴക്കുണ്ടാക്കാൻ പാടില്ല. എല്ലാവരും പറയണത് ഓക്കെ ശരി ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് പോകണം. അതല്ല, അവള് സപ്പോർട്ടീവായിട്ട് അവള് ഭയങ്കര അഗ്രസീവായി വരുന്നുണ്ട്. അത് ട്രൂ ആണ്. ഓക്കെ ഫൈൻ. അപ്പം അനുമോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പണിപ്പുര ടാസ്കിലേക്കാണ് തോന്നുന്നു അല്ലേ? വല്ലാത്തൊരു ടാസ്കാണത്. ഫസ്റ്റത്തേത് ഓക്കെ, ഫസ്റ്റത്തേത് അവർ ഭയങ്കര മാനദണ്ഡമായിട്ട് എല്ലാവരുടെയും ഒരു ഒരു വോട്ടിംഗ് എല്ലാം നോക്കിയിട്ടാണ് ചെയ്തത്. അതെ, പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. ആദില നൂറയാണ് പോയിട്ടുള്ളത്. അപ്പം അവർ പറയാണ് ബാക്കിയുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് വരണ്ട എന്നുള്ള ഒരു ഇത് അവരെടുത്താലും അത് അവർക്ക് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഭയങ്കര നെഗറ്റീവ് വന്നേനെ. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു അവർ അതിനകത്തുള്ള ആൾക്കാരെയും കുറച്ചും കൂടി ലോയൽ ആയിട്ടുള്ള ഒരാൾക്കാരാണ്. മറ്റുള്ളവരെ വിഷമം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആ ഒരു രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണ് അവർ. ബാക്കിയുള്ളവരെയും ഒരു ഫാമിലി മെമ്പറിനെ പോലെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനങ്ങൾ അതൊക്കെ വളരെ വിസിബിളായിട്ട് കുറച്ച് എന്താ ടച്ചിങ് മൊമെൻറ്റ്സ് ഒക്കെ കൊടുത്തവർ അത് ആ വഴി പോകണുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഈ ടാസ്ക് എന്താ പോലെ സീരിയൽ വൈബിലേക്കാണോ പോണേ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. ഫൈനലി അങ്ങനെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവരെല്ലാരും കൂടെ ആര്യനവിടെ മറ്റേ സപ്പോർട്ട് ചെയ്ത് അവൻ മുട്ട അടിക്കുകയാണെങ്കിൽ അവൻ സ്റ്റാർ ആയനെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര. അതായത് പിന്നെ പണിപ്പുര ടാസ്കിലേക്ക് 3 പേരെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആര്യൻ, ജിസേൽ, അതുപോലെ അനീഷ്. പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷിന് കറക്റ്റ് ഗെയിം കിട്ടിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം അടിപൊളി കേട്ടോ, അനീഷ് അടിപൊളിയാണ്, സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഞാൻ പറഞ്ഞല്ലോ ഈ ആര്യൻ്റെ ഒരു കേസിൽ നമ്മൾ ആദ്യം തന്നെ ബിഗ് ബോസ് പറയണ്ട എല്ലാം നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പാടുള്ളൂ. ത്യാഗി ആ ത്യാഗം അവിടെ ചെയ്യണമായിരുന്നു. അപ്പം അവന് റിലീജിയൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ അവന് അനുമോളൊരു സംസാരിച്ച സമയത്ത് ആ 10,000 ആ ഒരു രീതിയിൽ വന്നപ്പോൾ അവൻ അപ്പോൾ അവിടെ റിലീജിയൻ ഇല്ല, അവിടെ അവിടെ റിലീജിയൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ക്യാരക്ടർ വന്നത് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ മുട്ടടിക്കണമെന്ന്
അപ്പാനി ചോദിക്കുന്നുണ്ട്, നീ ഒരു ആക്ടർ അല്ലേ, അപ്പൊ നിനക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നീ മുട്ടയടിക്കില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ഫാമിലി ഒരു ഇതിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഏത് ഒരു വേഷം എടുക്കാനും തയ്യാറാവണം. അതൊരു ത്യാഗി അങ്ങനെയൊന്നല്ല, അതൊരു ആക്ടർ എന്നുള്ള ഒരു ഇതിൻ്റെ കഴിവാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആക്ട്രസ് ആണ്. പിന്നെ മുട്ടയടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പോലും നമ്മൾ ആക്ടേഴ്സിനെ അങ്ങനെയാണല്ലോ പറയാ, അവരവരുടെ ബോഡി വെയിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാറുണ്ട്. റൈറ്റ്. അങ്ങനെ എന്താണെങ്കിലും പുള്ളി വിചാരിക്കുന്ന പുള്ളി രൺബീർ കപൂറാണെന്ന്. അത് വളരെ മോശമായിട്ടുള്ള ധാരണയാണ്. കുറച്ചും കൂടി ഒരു പക്വതയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. നമുക്ക് എല്ലാവർക്കും ഓരോ ഫേസ് ഉണ്ട്. അല്ല, ഏറെക്കുറെ ഒരു കട്ടൊക്കെ ഉണ്ട്. ഒരു കട്ടും എനിക്ക് തോന്നിയിട്ടില്ല. മെച്ചോർഡാവാത്ത ഒരുത്തന്നെ അവിടെ കൊണ്ടേയിരുത്തി, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, സത്യസന്ധമായിട്ട് പറയണേ. ഓക്കെ, അപ്പം എന്താണെങ്കിലും പുള്ളിക്കൊരു ശരിക്കും ഇന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന വൻ ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് പുള്ളി കൊണ്ടുപോയിട്ട് അങ്ങ് സ്പോയിൽ ചെയ്തു. മേ ബി അതിൽ പിന്നെ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ മുട്ടയടിക്കാൻ പറയണ്ടാവില്ല, നിങ്ങൾ ആ ചലഞ്ച് എടുക്കുന്നോ എന്നുള്ളത് കൺവിൻസ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ആ ഒരു ധൈര്യം അവരെടുത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ ചെയ്യുന്നത് ഇപ്പോൾ അവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തും ചെയ്യാനുള്ളൊരു ഇതിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ. അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോരുത്. പിന്നെ ഞാൻ ലോട്ടിലൊന്നും അവരെ പേര് ഇടായിരുന്നായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്ത ആൾക്കാരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അത് വോട്ട് ചെയ്ത് അവർ പോയി. ഓക്കെ, വോട്ട് ചെയ്ത് അവർ പോകാൻ നേരത്തെ അവർക്ക് പറയുന്നത് ഞാൻ പോണില്ല, എനിക്കിത് സാധിക്കില്ല. ഫസ്റ്റത്തെ ആ ഒരു ലോട്ടിൽ ഇവൻ പറയുന്നുണ്ട് ഞാൻ പോണില്ല, എനിക്ക് സാധിക്കില്ല. 3 ആൾക്കാർ മാറുന്നു. സെക്കൻഡ് ടൈം വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളാം. 3 ആൾക്കാർ എണീറ്റ് വന്നു. അവർ ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ അടിച്ചേനെ. അടിക്കില്ല. ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള ഒരു ഡേ ഒന്നും ആയിരുന്നില്ല ഇന്ന്. പക്ഷെ ചാലഞ്ചിങ് മൊമെന്റ് ആയിരുന്നു. അത്യാവശ്യം ആരിന് വേണമെങ്കിൽ ദ റിയൽ ഹീറോ ആയിട്ട് മാറാൻ പറ്റണ ഒരു ഡേ ആയിരുന്നു. ബൈ ദ വേ, ജിസേലിനെയൊക്കെ സേഫ് ചെയ്തിട്ട്, അതായത് എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ തല മുട്ടയടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ മുട്ടയടിക്കാം എന്ന് അവനെ പറഞ്ഞിരുന്നെങ്കിൽ സംഭവം ഹീറോയിക് ആയനെ. ഒരു മൊമെന്റായി മാറിയനെ. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടീവായി മാറിയ, ഒരുപാട് വോട്ട്സ് കിട്ടിയനെ. ഇപ്പോൾ അവർ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ പറയുക, ഇത് ബിഗ് ബോസ് ചിലപ്പോൾ ഇതിന് സമ്മതിക്കില്ലായിരിക്കും, മുട്ടൊന്നും അടിക്കണ്ടെന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീറോ, അവിടെ ഒരു പുതിയൊരു. ശരി, ഒരു കാര്യമുണ്ട്. ഈ ബാക്ക് ടു ട്രാക്കാണ് അക്ബർ ആൻഡ് അപ്പാനി. അവരവരുടെ ഒരു വൈൽഡ് വേർഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കാണാനുണ്ട്. പുള്ളിയുടെ ശബ്ദമൊക്കെ പോയി, പുള്ളിക്ക് വരാൻ കഴിഞ്ഞ ഇതില് ഭയങ്കര സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. സൗണ്ടൊക്കെ വളരെ സൂക്ഷിക്കുക. ഇനി നമുക്ക്. താങ്കൾ ഒരു ഷാനവാസ് ഫാൻ ആണോ? മലപ്പുറക്കാരനല്ലേ, നമ്മൾ മലപ്പുറല്ലേ, അപ്പൊ നമ്മളൊരു ഫാനായി മാറുമല്ലോ. റൈറ്റ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ. പക്ഷെ എനിക്കത് തോന്നുന്നു, എന്താ പറയുക, അക്ബറിൻ്റെ ദേഷ്യം ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര അഗ്രസീവാണ്. അതൊക്കെ വളരെ മോശമാണ്. ഇതൊരു ടാസ്ക്കാണ്, ഇതൊരു ഗെയിമാണ്. പുള്ളി വളരെ അഗ്രസീവായിട്ടാണ്. ഒരുപാട് മ്യൂട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതില്. ഒരു 3-4 സ്ഥലത്ത് മ്യൂട്ട് വന്നിട്ടുണ്ട്, ബാഡ് വേർഡ്സ് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒരുപാട് ആൾക്കാർ കാണുന്ന സംഭവമാണ്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറയണ. പിന്നെ ഒരു പെയിൻ്റെ ഇഷ്യൂ ഒക്കെ ലൈവിൽ കണ്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പിസോഡിൽ എന്താണെങ്കിൽ പെയിൻ വന്നിട്ടില്ല. പെയിൻ സബ്ജക്റ്റ് നമുക്ക് എപ്പിസോഡിൽ വന്നിട്ടില്ല. ഇനി പ്ലസ്സിൽ എന്തെങ്കിലും വന്നോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ മെയിൻ എപ്പിസോഡാണ് കണ്ടത്. അതിൽ പെയിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും അങ്ങനെ അതാണെങ്കിലും എനിക്ക് തോന്നുന്നു അതങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യവുമില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് അവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻസ് കഴിഞ്ഞു. അവർ മേ ബി, ഞാൻ പറയട്ടെ, നമ്മൾ മാറ്റി നിർത്തി പറയാവുന്ന കാര്യം മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ നെയിൽ എക്സ്റ്റൻഷൻസ്, എല്ലാവരും ഈ പ്ലാസ്റ്റിക് നെയിൽസ് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടാണ് പലരും ഇങ്ങനെ കുറേ നമ്മുടെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് നെയിൽസ് വെച്ചു. പക്ഷെ എനിക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയിട്ട് അത് റിമൂവ് ചെയ്തു. അതായത് അത് അവർ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും, നമുക്കത് പേഴ്സണലി ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഞാൻ ഹെയർ എക്സ്റ്റൻഷൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് LW സംതിങ് എന്താ അങ്ങനത്തെ എന്തോ ഒരു അനുവിന് ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല, അങ്ങനെ ചെയ്തത് അതെ മേ ബി അവർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും, അവർക്ക് അത് യൂസ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് നെയിൽസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് കംപ്ലീറ്റ്ലി വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർക്ക് അത് പറ്റാതെ മന്ത്ലി ആകുമ്പോഴത്തേക്ക് അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് മേ ബി ഒരാൾക്ക് പറ്റുന്ന മറ്റൊരാൾക്ക് പറ്റിക്കോളണം എന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു വൃത്തി എന്നുള്ളത് അത് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചയായിട്ട് കറക്റ്റ് കുളിക്കാനോ നനയ്ക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിയിടാനോ അല്ലെങ്കിൽ കുളിക്കാനോ നനയ്ക്കാനോ അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും പറയുകയാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളില്ല, പക്ഷെ എങ്കിലും തോന്നുന്നു ഇത് വെച്ചതുകൊണ്ട് മേ ബി കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ എത്രയും എക്സ്ട്രാ. കാരണം ജാസ്മിനും ഇത് സെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ കുറേ സമയം എടുത്തിട്ടാണ് കുളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൽ ഇതേപോലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അത്രയും ടൈം എടുത്തിട്ട് മേ ബി കുളിക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരിക്കാം. എനിഹൗ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അത്രത്തോളം നമുക്ക് ഡീപ്പായിട്ട് അറിയില്ല. ഇനി അത് കാരണമൊക്കെ ആണോ പുള്ളിക്കാരിക്ക് പെയിൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. എങ്കിൽ പോലും പെയിനല്ലേ, അല്ലെങ്കിൽ നിസാരമല്ല, പക്ഷെ എങ്കിൽ പോലും അത് അത്ര പബ്ലിക്കായിട്ട് പറയേണ്ടിയിരുന്നില്ല. തല ചൊറിയുന്നൊക്കെ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ല അങ്ങനെ പറഞ്ഞ് അത് അങ്ങ് ഒഴിവാക്കായിരുന്നു. സപ്പോസ് അങ്ങനെ ഒരാളെ മെൻഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിവാക്കായിരുന്നു. അല്ലാതെ പെയിൻ ഇരിക്കുന്നു, മുഖത്ത് പെയിൻ ഇരിക്കുന്നു, മുടിയിൽ പെയിൻ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അനു കുറച്ചും കൂടെ ഭയങ്കര ഓവറായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാര്യം പറയുമ്പോൾ ഒരു ഓവർ ആക്ടിങ് വരുന്നുണ്ട്. അനു സ്ട്രോങ് ഗേൾ ആണ്. സ്ട്രോങ് അല്ല, ഭയങ്കര കരയുന്നൊരു ടൈപ്പാണ്. ഭയങ്കര മൃദുലമായിട്ടുള്ള മൈൻഡാണ്. അതിന് സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. മൃദുല എന്നല്ല, ഒരു ഹാർഡല്ല, ആള് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണേ അല്ല. പക്ഷെ ആള് സ്ട്രോങ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരാളെടുത്ത് നമ്മളെടുത്തെങ്കിലും കേൾക്കുമ്പോൾ അതിന് തിരിച്ച് പറയാൻ പറ്റണം. അതിനിടയ്ക്ക് നമ്മൾ സൗണ്ടൊക്കെ ആയിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് ആ ഒരു ഐറ്റാണ്. അതൊക്കെ ഭയങ്കര അതിന് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്തൊക്കെ പുള്ളിക്കാരി അതിങ്ങനെ കരയാതെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ കണ്ടതിൽ മറ്റേ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താണ് അതൊക്കെ അതെ. അപ്പം ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ബാക്കിയുള്ള ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളത് കൂടി ഇടയ്ക്ക് ബിക്കോസ് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി വലിയ ഫൈറ്റിനോ കാര്യങ്ങൾക്കൊന്നും പോകണില്ല. അപ്പം അത് വേണ്ടായിരുന്നു. ഒരു അൺവാണ്ടഡ് കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതെ, ശാരിക അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്കതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് രണ്ട് ആൾക്കാരുള്ളൂ. അതൊന്നില് ഷാനവാസിക്ക, അത്രേ ഉള്ളൂ. എനിക്കെന്തോ അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കണ്ടിടത്തോളം ഞാൻ അനുമോള് ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അലീഷ്, അവള് എന്താ പറയുക, ഒരു ലവ് ട്രാക്കിൽ പോകാനുള്ളൊരു സാധ്യത വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. മറ്റേ ആര്യനായിട്ട് ഒരു ഫ്രണ്ട് അവർ പറയുന്നുണ്ട് അവൻ ഭയങ്കര ഏജ് കുറവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. അവരത്ര വലിയൊരു ഇതൊന്നുമല്ല, ഒരു ലവ് ട്രാക്ക് പിടിക്കുമെന്നാണോ പറയുന്നത്? ഇത് വരുന്നുണ്ട്. അതായത് എന്താ പറയുക, ക്രഞ്ച് ഫീൽ വരുന്നുണ്ട്. ക്രിഞ്ച് ഫീൽ വരുന്നുണ്ട്. നമുക്ക് അത്ര അക്സെപ്റ്റബിൾ. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സ്കൂൾ ആക്ടിങ്, അതായത് നമ്മൾ അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് റിയൽ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. ബൈ ദ വേ, ഇവിടെ ഓഫ് ക്യാമറ ഇവർ വലിയ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുന്ന സാറിൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്നുള്ളത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ബിഗ് ബോസ് സീസൺ? ആൻഡ് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഇപ്രാവശ്യത്തിൽ നമ്മുടെ ബിഗ് ബോസ് അണ്ണന് കൊടുക്കണം. പുള്ളി എന്താ പറയുക, പുള്ളി ഇറങ്ങി കളിക്കുന്നൊരു സീസൺ എന്ന് പറയല്ലോ. കഴിഞ്ഞ സീസണുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് താരം. പക്ഷേ സംഭവം എന്തൊക്കെ പറഞ്ഞാലും പുള്ളി കളിക്കുമ്പോൾ അതിൻ്റെ മേലെ കളിക്കാനാണ് ഇവരെ കൊടുന്നിരിക്കുന്നത്. അതിന് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഇറങ്ങി പോകണം. മനസ്സിലായോ? ചേട്ടൻ പോകുന്നോ? ഞാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ ഇവരെ മാതിരി പ്രമുഖനല്ല. എന്നെ കണ്ട രൺബീർ കപൂർ ഒന്നും പറയൂല. So thank you guys. Thank you so much. Bye.